സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് രാകേഷ് ആൻഡ് ഫാമിലിയുടെ ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് പാലക്കാട് കൊട്ടേക്കാടാണ്. 13 സെൻറ്റ് പ്ലോട്ടിൽ 3000 സ്ക്വയർ ഫീറ്റിൽ ടേൺ കീ റിനോവേഷൻ പ്രൊജക്റ്റായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിക്സഡ് എയർ ടൈപ്പ് റൂഫിനൊപ്പം MS ഗ്രിൽ പാറ്റേൺ വിത്ത് പെർഗോള ഡിസൈൻസ്, ഗ്ലാസ് വർക്ക്, കോർണർ വിൻഡോ, അതേപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിംഗ് വിത്ത് 2 or 3 പെയിൻറ്റ് കോമ്പിനേഷൻ്റെ കൂടെ പ്ലാന്തർ ബോക്സ് ഡിസൈൻ കൂടിയും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ആൻഡ് കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ മിക്സഡ് എയർ ടൈപ്പ് റൂഫിന് മാച്ച് ആവുന്ന രീതിയിലാണ്. കോമ്പൗണ്ട് വാളിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രിൽ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഗേറ്റിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ്ങിന് മാച്ച് ആവുന്ന രീതിയിലുള്ളൊരു HPL ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡിലായിട്ടാണ് ക്ലാഡിങ് കൊടുത്തിരിക്കുന്നത്. ലാൻഡ്സ്കേപ്പ് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ലേ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോൺ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ടൈൽസ് ആണ് വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ്. എയർ ടൈപ്പ് റൂഫിന് കറക്റ്റായിട്ട് മാച്ചിങ് ആവുന്ന രീതിയിലാണ് ഇതേ രീതിയിൽ ഈ ഒരു ടൈലെല്ലാം നമ്മൾ പാവിങ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 15 വർഷം പഴക്കമുള്ള 750 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീട് റിനോവേറ്റ് ചെയ്ത് 3000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആൻഡ് ബാൽക്കണി പ്രൊവിഷനൊപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ എലിവേഷൻ കൂടിയും കൊടുത്തുകൊണ്ടാണ് ഈ വീടിനെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ട് എന്ന ഡയറക്റ്റ് എൻട്രി ഫാമിലി ലിവിങ്ങിലേക്കാണ്. അപ്പോൾ ഫാമിലി ലിവിങ്ങിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 5 സീറ്റർ സോഫ പ്രൊവിഷനാണ്. 2 സൈഡിലായിട്ട് കോർണർ ടേബിൾ കൊടുക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെൻറ്റർ ടേബിൾ. ഈ സൈഡിലായിട്ടാണ് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ TV യൂണിറ്റ് നമ്മൾ ഇതേപോലെ 3 കബോർഡായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് ബോട്ടം യൂണിറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാനൽ ആക്ച്വലി നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ബിഹൈൻഡിൽ സ്റ്റെയർ ആണ് വരുന്നത്. ആ സ്റ്റെയർ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ പാനൽ കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഓപ്പൺ ഏരിയ ആയിരുന്നു. അപ്പോൾ ഓപ്പൺ ഏരിയ ജസ്റ്റ് നമ്മൾ പാർഷ്യലി ക്ലോസ് ചെയ്ത് ഇതേപോലെ ഒരു MS ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഈ MS ഗ്രില്ല് നമ്മൾ എന്തിനാണ് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് പൂജ യൂണിറ്റ് വരുന്നത്. അപ്പോൾ പൂജ യൂണിറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സീത്രൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ MS ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ ഓറിയൻറ്റേഷൻ വരുന്നത് ഈസ്റ്റ് ഫേസിങ് ആയിട്ടാണ്. പൂജ യൂണിറ്റ് ഇതേ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു CNC കട്ടിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ഡ്രോവർ. പൂജ യൂണിറ്റിന് മേലെ നമുക്ക് ഈ എണ്ണയൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടൈല് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഏരിയയിലാണ് ഇവിടുത്തെ DB വരുന്നത്. അപ്പോൾ പൂജ യൂണിറ്റിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഒരു കബോർഡായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം തിങ്സ് എല്ലാം നമുക്ക് ഇൻസൈഡിൽ കീപ്പ് ചെയ്യുകയും ചെയ്യാം. ഇത് ആക്ച്വലി ഒരു DB യൂണിറ്റ് ആണ്. ആക്ച്വലി പഴയ വീട് ഇങ്ങനെ ആയിരുന്നില്ല. അത് ഭയങ്കര ചെറിയൊരു ഓപ്പണിംഗ് ആയിരുന്നു നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ്ങിക്ക്. അപ്പോൾ നമ്മൾ ഇത് റിനോവേറ്റ് ചെയ്ത സമയത്ത് ഫുൾ ഓപ്പണിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഓപ്പണിങ്ങിന് ഇതേ രീതിയിലുള്ളൊരു ഓപ്പൺ പാനൽ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്പൺ പാനലിൻ്റെ കൂടെ തന്നെ ഒരു CNC ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് MSൽ. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ക്യൂരിയോ റാക്ക് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വരുന്ന ക്യൂരിയോസ് എല്ലാം നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ആക്ച്വലി ഈ ഡൈനിങ് ഏരിയ നമ്മുടെ ആദ്യത്തെ വീട്ടിൽ ഇവിടെ വലിയൊരു ഓപ്പണിംഗ് ആയിരുന്നു. ഓപ്പണിംഗ് നമുക്ക് പണ്ടത്തെ വീടുകളിലൊക്കെ ഓപ്പണിംഗ് ഉണ്ടാവുമല്ലോ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഷെൽഫായിട്ടാണ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഭംഗി ഉണ്ടാവണമെന്നില്ല. അത്യാവശ്യം നമുക്ക് തിങ്സ് ഒന്നും കീപ്പ് ചെയ്യാനും പറ്റില്ല. ആ ഒരു ഓപ്പണിംഗ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് ഇതേപോലെ ക്ലോസ് ചെയ്ത് ഇതേപോലെ നമ്മുടെ പിക്ചർ ലൈറ്റുകളെല്ലാം കൊടുത്ത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഇത് ഇവരുടെ എക്സിസ്റ്റിംഗ് ഡൈനിങ് ടേബിൾ തന്നെയാണ്. ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ. അതേപോലെ തന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമുക്ക് ഇതേ രീതിയിലുള്ള ചെറിയൊരു വാഷ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ വാഷ് യൂണിറ്റിൻ്റെ ഈ ഒരു സെപ്പറേഷൻ നമ്മുടെ ഇവിടുത്തെ MSൻ്റെ ഡിസൈനോട് മാച്ച് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓവറാൾ നമ്മുടെ എക്സ്റ്റീരിയറിൽ ഇതേപോലെ ഗ്രിൽ വർക്കുകൾ വരുന്നുണ്ട്. അതിന് മാച്ച് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻറ്റീരിയർ പാർട്ടിലും MSൻ്റെ ഇതേപോലെ ഗ്രിൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ സ്പേസ് വരുന്നത്. ആക്ച്വലി ഇത് മുന്നേ ഈ എൻഡിലായിരുന്നു ഇതിൻ്റെ എൻട്രി. അപ്പോൾ അത് നമ്മൾ ക്ലോസ് ചെയ്ത് പുതുതായിട്ട് ഇതേപോലെ ഓപ്പൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കിച്ചണിൻ്റെ സ്പേസ് കുറച്ചുകൂടി വൈഡർ ആക്കിയിരിക്കുന്നത്.
അപ്പോൾ അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ്. നമുക്ക് നല്ല സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും അതായത് ഹാർഡ്വെയർസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ നമ്മുടെ സിങ്കും അതിൻ്റെ പ്രൊവിഷൻ വരുന്നത്. അപ്പോൾ സിംഗിൾ ബോൾ സിങ്ക് വിത്ത് ട്രെയിൻ ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 2 സൈഡിലായിട്ട് ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എയറും കാര്യങ്ങളെല്ലാം കിട്ടും. ഒരു മോഡുലർ കിച്ചന് കൊടുക്കുന്ന എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. ഇത് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതേപോലെ ലോഫ്റ്റ് യൂണിറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോസറി ഐറ്റംസ് എല്ലാം ഈ രീതിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ലൊരു പ്രൊവിഷനാണ് അങ്ങനെ കൊടുക്കുന്നത്. നമുക്ക് മേലെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതേ രീതിയിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് വർക്ക് ഈസി ആയിരിക്കും. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് 2 ബെഡ്റൂമാണ്. ഒന്ന് ഡൈനിങ് ഏരിയ എന്നും ഒന്ന് സ്റ്റെയർ ഏരിയ എന്നുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ പാരൻസ് ബെഡ്റൂം. അപ്പോൾ കോമൺ ഏരിയയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടൈൽ പാറ്റേൺ ആണ് ഈ ബെഡ്റൂമിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ടൈലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 80x160 ആണ്. അപ്പോൾ ഇതേപോലെ നമുക്കൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഡിസൈനിൽ ഒരു ഓപ്പൺ പാനലിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഫ്യൂച്ചറിലാണ് ക്ലയൻറ്റ് ചെയ്യുള്ളൂ. നമ്മൾ ഈ ഒരു റൂം എടുത്തിരിക്കുന്നത് പുതിയ ഒരു പ്രൊവിഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. റിനോവേഷൻ ആയത് കാരണം കൊണ്ട് ഈ ബെഡ്റൂം, ഈ ടോയ്ലറ്റ്, അടുത്ത ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് കൂടിയിട്ട് നമ്മൾ പുതിയ കൺസ്ട്രക്ഷനിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ക്യൂൻ സൈസ് കോട്ട് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനിലാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡ് ടേബിളിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലായിട്ടാണ് നമുക്ക് 2 വാർഡ്രോപ്പ്, അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബേ വിൻഡോ സീറ്റിംഗ് പ്രൊവിഷനാണ് ഇതേ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ ഒരു ലോഫ്റ്റും വരുന്നുണ്ട്. ഇതെല്ലാം ക്ലയൻറ്റ് ഫ്യൂച്ചറിലാണ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു സ്പേസ് മാത്രം നമ്മളിവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈറ്റിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റ്, COBs, കോവ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് വരുന്നത്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ടോയ്ലറ്റ് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതിന് യൂണിറ്റ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ ഒരു യൂണിറ്റ് ആയിട്ട്, അതായത് നമ്മുടെ തിങ്സ് എല്ലാം കീപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു യൂണിറ്റ് ലെഡ്ജിന് മേലെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഡൈനിങ്ങിനോട് ചേർന്ന് വരുന്ന ഈ ബെഡ്റൂം ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ക്യൂൻ സൈസ് കോട്ട് വിത്ത് സൈഡ് ടേബിൾ, 2 സൈഡിലായിട്ട് നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. കോമൺ ഏരിയയുടെ അതേ ടൈൽ പാറ്റേൺ തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സീലിംഗ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കോവ് ലൈറ്റ്, അതേപോലെ COBs എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആക്ച്വലി ഇവിടെ ഇട്ടിരിക്കുന്നത് വിത്ത് എക്സിസ്റ്റിംഗ് കോട്ടാണ്. ഇവിടെയാണ് നമ്മുടെ വാൾഡ്രോപ്പിൻ്റെ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാൾഡ്രോപ്പ് കുറച്ചൊരു എലഗൻറ്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു ഓപ്പണിംഗ് പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഓപ്പണിംഗ് പ്രൊവിഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിങ്സ് വളരെ സിമ്പിളായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്കതിൻ്റെ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം സാധ്യമാവും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇതേപോലെ ഒരു ബേ വിൻഡോ പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഫ്യൂച്ചറിലാണ് ഇതിൻ്റെ ഫർണിച്ചർ സെറ്റിംഗ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ സൈഡിലായിട്ടാണ് ഇവിടെ ഡ്രസ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രസ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് വാൾഡ്രോപ്പ് ഇതേപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിങ് യൂണിറ്റ് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് മിറർ യൂണിറ്റ് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മിറർ യൂണിറ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നമുക്ക് മിറർ ഇതേപോലെ ഒരു പാനലിൻ്റെ മേലെ ആയിരിക്കും നമ്മൾ ഇതേപോലെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇവിടുത്തെ മിറർ ലൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ. ഈ മിററിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇതേപോലെ ഒരു ഓപ്പൺ ലെഡ്ജ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം വരുന്ന തിങ്സ് എല്ലാം ഇവിടെ ഓപ്പണബിളായിട്ട് കീപ്പ് ചെയ്യേണ്ടത് ഇവിടെ കീപ്പ് ചെയ്യാം, അല്ലാതെ നമുക്ക് വരുന്ന തിങ്സ് എല്ലാം ഇവിടെ കീപ്പ് ചെയ്യാം. അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത്. നല്ലൊരു ടോയ്ലറ്റ് ഡിസൈൻ തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബേ വിൻഡോ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രൊവിഷനോട് ചേർന്നിട്ട് തന്നെയാണ് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു ലഡ്ജ് യൂണിറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഫോക്കസിങ്, അതായത് സ്റ്റഡിക്ക് കുറച്ചുകൂടി ഫോക്കസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു പ്രൊഫൈൽ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വരുന്ന നമുക്ക് ബുക്സ് എല്ലാം ഇതിൻ്റെ മേലെ കീപ്പ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ സ്റ്റെയർ ഏരിയ കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ആയതുകൊണ്ട് ഒട്ടും തന്നെ സ്പേസ് പോവാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് സ്റ്റെയറിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഷട്ടേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് പ്രൊവിഷൻ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ഹാൻഡ് റൈഡ് കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ ടീക്വുഡ് വിത്ത് മാറ്റ് ഫിനിഷിലാണ്. ക്ലിയർ ഗ്ലാസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റഡ് ഡിസൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ലാൻഡിങ്ങിൽ തന്നെ നമുക്ക് ഇതേ രീതിയിലുള്ളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ വിൻഡോ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ 2 പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റെയർ ഏരിയയുടെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പിന് വേണ്ടി ഗ്രാനൈറ്റും റൈസറിന് വേണ്ടി ടൈലുമാണ്. ടൈല് നമ്മുടെ കോമൺ ഏരിയയുടെ അതേ ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൽ നിന്ന് ഡയറക്റ്റ് എൻട്രി ആയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ അപ്പർ ലിവിങ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ അപ്പർ ലിവിങ്ങിന് നമുക്ക് 4 ഓപ്പണിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂമും ഒരു ഓപ്പൺ ടെറസ്, അതേപോലെ തന്നെ ബാൽക്കണിയുടെ പ്രൊവിഷൻ. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ഫുള്ളായിട്ട് അപ്പർ ലിവിങ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ആക്ച്വലി TV യൂണിറ്റ് നമ്മൾ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. അതാണ് ആ ഒരു ഓപ്പണിംഗ് കാണുന്നത്. അപ്പോൾ ഇവിടെ സീറ്റിംഗ് ഏരിയ. അപ്പോൾ നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ 2 വിൻഡോസ്, അതേപോലെ തന്നെ വൈഡറായിട്ട് UPVCയുടെ സ്ലൈഡിങ് ഡോർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം ലൈറ്റ് ഒരുപാട് വരുന്നുണ്ടെങ്കിൽ ഇതേപോലെ ബ്ലൈൻഡ്സ് താത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻറ്റീരിയറിൻ്റെ പ്രൈവസി കീപ്പ് ചെയ്യാൻ പറ്റും. അതിൽ ഈവനിങ് ടൈമിലെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഇതേ രീതിയിൽ സ്ലൈഡിങ് ഡോർ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും ലൈറ്റും അതേപോലെ നാച്ചുറൽ എയറെല്ലാം എൻട്രിക്ക് കുറച്ചുകൂടിയും ഈസി ആയിരിക്കും. അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് ഈ ഒരു ബാൽക്കണി പ്രൊവിഷൻ. 2 സൈഡിലായിട്ടാണ് ഇതേപോലെ നമ്മൾ MS-ൻ്റെ ഗ്രില്ല്, അതിൽ തന്നെ പ്ലാന്തർ ബോക്സ് MS തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബോക്സ് ഇതേപോലെ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. നമ്മുടെ ഡിസൈനിൽ ആക്ച്വലി ഇതേ രീതിയിലൊരു ഹാങ്ങിങ് പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നമുക്ക് കുറച്ചുകൂടിയും കെയർ ആവശ്യമാണ്, എന്നാൽ മാത്രമേ അത് റീറ്റെയിൻ ചെയ്യുള്ളൂ. ഫസ്റ്റ് ഫ്ലോർ മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ ഏരിയയോട് ചേർന്നാണ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം. ആക്ച്വലി ക്ലയൻറ്റ് ഇവിടെ ഇല്ല, അത് കാരണം കൊണ്ട് തന്നെ ഫ്യൂച്ചർ ഓറിയൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഫർണിച്ചേഴ്സ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള എക്സിസ്റ്റിംഗ് കോട്ട് വിത്ത് ബെഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ പ്ലാനിൽ കാണിച്ചിരിക്കുന്നത് കിങ് സൈസ് കോട്ട് വിത്ത് 1 സൈഡ് ടേബിളാണ്. അതേപോലെ തന്നെ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ വാൾഡ്രോപ്പിൻ്റെ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റിൻ്റെ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് ഇതേ രീതിയിലുള്ളൊരു ബാൽക്കണി പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി MS ഗ്രിൽ പാറ്റേണിലാണ് ബാൽക്കണി ഇവിടുത്തെ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു വ്യൂ ആണ് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് അങ്ങോട്ട് നോക്കുന്ന സമയത്ത്. നാച്ചുറൽ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ മതിയോളം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓപ്പണിങ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ഡിസൈൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി വാഷ് ബേസിൻ നമുക്ക് വാൾ ഹങ് ആയിട്ടും അതേപോലെ തന്നെ ഫ്ലോർ മൗണ്ടഡ് ആയിട്ടും കൊടുക്കാം. ഇവിടെ ഫ്ലോർ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് കോവ് ലൈറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേലെ മിറർ ലൈറ്റ് ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലെഡ്ജ് വാളിന് മേലെ ആയിട്ടാണ് ഇതേ രീതിയിലൊരു റാക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ തിങ്സ് എല്ലാം കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ആയിട്ടുള്ളൊരു സ്റ്റോറേജ് പ്രൊവിഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ മോളുടെ ബെഡ്റൂമായിട്ട് വരുന്നത്. നമ്മളിവിടെ പ്രൊവിഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി അവരുടെ മക്കൾ ഇവിടെ ഇല്ലാത്തത് കാരണം കൊണ്ട് ഫ്യൂച്ചറിലാണ് ഫർണിഷിംഗ് എല്ലാം ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫ്യൂച്ചർ ഓറിയൻ്റ് ആയിട്ട് ഒരു ഫർണിഷിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളത്തിന് 2 സൈഡിലായിട്ട് വരുന്ന സൈഡ് ടേബിളിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് വരുന്ന സ്വിച്ചസും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ കോട്ടിൻ്റെ പ്രൊവിഷൻ വരുന്നത്. ആ കോട്ടിൻ്റെ ഈ ഒരു വാള് ഹൈലൈറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫർണിച്ചർ സിമ്പിളായിട്ട് കൊണ്ടുവന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നല്ല ഒരു റൂമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് വിൻഡോ വരുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു സൈഡിലായിട്ട് ഡ്രസ്സിങ് യൂണിറ്റിൻ്റെ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ മിറർ കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിങ് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള മിറർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വാൾഡ്രോപ്പിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് വരുന്നത്. ആക്ച്വലി നല്ലൊരു ടോയ്ലറ്റ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്ലോസി ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലോസി, അതിൻ്റെ ലൈറ്റർ ആൻഡ് ഡാർക്കർ വേർഷൻ. ഇങ്ങനത്തെ ഒരു ടൈൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ലക്ഷറി ഫീൽ വരും. അപ്പോൾ ഇവിടെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ടോയ്ലറ്റിലും കൊടുത്ത പോലെ തന്നെ നമ്മുടെ തിങ്സ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്പൺ റാക്ക് കൊടുത്തിട്ടുണ്ട്. കോവ് ലൈറ്റ്, മിറർ ലൈറ്റ്, അതേപോലെ തന്നെ ജനറൽ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ടോയ്ലറ്റിലും സെറ്റ് ചെയ്തിരിക്കുന്നത് വാൾ ഹങ് ആയിട്ട് വരുന്ന ഷവർ ഹെഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് കറക്റ്റ് വെറ്റ് ഏരിയ നമ്മുടെ ഈ ഒരു ഡയമെൻഷൻ അനുസരിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ഒരു ബാൽക്കണി പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അത് MS-ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ MS-ൽ ബാൽക്കണി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഏരിയയിൽ കവർ ചെയ്യുമോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതേ രീതിയിലൊരു MS-ൽ ഓപ്പൺ ബാൽക്കണി ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ അത് ഇൻകോപ്പറേറ്റ് ആവില്ല. നമുക്ക് അത്യാവശ്യം ഒരു ബാൽക്കണിയുടെ ഒരു സ്പേസും കിട്ടും. ആക്ച്വലി ഇത് MS-ൻ്റെ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മേലെ ഇതേപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അതായത് കുറച്ച് പേടിയുള്ള ആൾക്കാർക്കൊക്കെ താഴെ കാണുന്ന സമയത്ത് ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള രീതിയിലാണ് ഇതേപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ലൊരു വ്യൂ ആണ്. അപ്പർ ലിവിങ് തന്നെയാണ് ഈ വീടിൻ്റെ ഓപ്പൺ ടെറസിലോട്ടുള്ള എൻട്രി വരുന്നത്. സാധാരണ ഓപ്പൺ ടെറസിൽ ആരും ഇതേ രീതിയിൽ ടൈലിടാറില്ല. അപ്പോൾ ഫ്യൂച്ചർ പ്രൊവിഷൻ കണ്ടിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ, അതായത് ഒരു MS വർക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇതേ രീതിയിൽ ടൈലിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ആക്ച്വലി നെൽകൃഷി ചെയ്യുന്ന ആൾക്കാരായത് കാരണം കൊണ്ട് നെല്ല് ഉണക്കാനും അതിനുള്ള സൗകര്യത്തിനെല്ലാം വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടൈലിൻ്റെ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും, നെല്ലെല്ലാം വൃത്തിയായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്പൺ ടെറസ് ഏരിയ, റൈറ്റ് സൈഡിൽ വരുന്ന സ്റ്റോൺ ക്ലാഡിംഗ് ആണ്. അതേപോലെ തന്നെ ഈ ഗ്രിൽ വർക്ക്, അതേപോലെ തന്നെ ഈ ഒരു ഗ്രിൽ വർക്ക്, ഇത് MS-ൻ്റെ ഗ്രിൽ വർക്കായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മേലിൽ നമ്മൾ ടൈല് കൊടുത്തിട്ടുണ്ട്. ക്ലീനിങ്ങിനെല്ലാം ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിലുള്ള ടൈലിൻ്റെ പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും തിങ്സ് എല്ലാം ഡ്രൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഏരിയയിൽ വെച്ചിട്ട് അത് ഉണക്കിയെടുക്കാൻ സാധിക്കും. എക്സ്റ്റീരിയർ ഡിസൈന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെയർ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെയർ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ എക്സ്റ്റീരിയർ നോക്കുന്ന സമയത്ത് നമ്മളൊരു കോർണർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ആ കോർണർ വിൻഡോ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ കോർണർ വിൻഡോ ഇതേപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രൂ ഔട്ട് ബീം കൊടുത്തിട്ടുണ്ട്. ബീം കൊടുത്തതിന് ശേഷമാണ് ഈ കോർണർ വിൻഡോ ഇതേപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടീക്ക് വുഡ് വിത്ത് പോളിഷ് ഫിനിഷിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയറിന് മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു കോർണർ വിൻഡോൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ റൂം കയറി നമ്മൾ നേരെ വരുന്നത് ഓപ്പൺ ടെറസ് ഏരിയയിലേക്കാണ്. അപ്പോൾ ഓപ്പൺ ടെറസിൽ നമുക്ക് മെയിനായിട്ട് 3 റൂഫാണ് വരുന്നത്. ഒന്ന് ഈ റൂഫ്, സെക്കൻഡ്, തേർഡ് സ്റ്റെയറിൻ്റെ റൂഫ്. ഈ ഒരു ഓപ്പൺ ഏരിയ ഫുള്ളായിട്ട് യൂട്ടിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് 2 A ടൈപ്പ് റൂഫും കൊടുത്തിരിക്കുന്നത്. രണ്ടിലും സ്റ്റോറേജ് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ആകെ ഉള്ളൊരു ഈ ഒരു പ്രൊവിഷനാണ്. അപ്പോൾ ഈ ഒരു പ്രൊവിഷനിലാണ് ഇതേ രീതിയിൽ 2 ടാങ്കായിട്ടാണ് ഇവിടെ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓപ്പൺ വെല്ലെന്ന് വരുന്നതും ഒന്ന് മലമ്പുഴയിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ MS വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെയാണ് ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ വെള്ളം താഴത്തു കൂടെ പോവുകയാണെങ്കിലും ഫർദർ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ക്ലീനിങ് ഈസി ആയിരിക്കും. ഈ വീഡിയോയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ആൻഡ് ക്വറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.